മലപ്പുറം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ബീന ജോസഫിനെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് എം.ടി. രമേശ് സന്ദർശിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അത് ബി.ജെ.പിയുടെ നല്ല തന്ത്രമാണ്. ബി.ജെ.പി ഉത്തരേന്ത്യ എസ്പെഷ്യലി നരേന്ദ്രമോദിയുടെ അണ്ടറിൽ പാർട്ടി പിടിച്ച് ഇങ്ങനെയാണ്. ഗുജറാത്തൊക്കെ പിടിച്ച് നിങ്ങൾ മാത്രമല്ല നമ്മൾ മോഡീനെ അറിയുന്നത്. പ്രശാന്ത് ചിലപ്പോൾ മുമ്പേ അറിയണ്ടോ? ഞാനൊക്കെ മോഡീനെ അറിയുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. മുഖ്യമന്ത്രി ആയെന്ന് കലാപത്തിന് മുമ്പ് തന്നെ എനിക്കറിയാം. മുഖ്യമന്ത്രി ആയതിനു ശേഷം അറിയാം. അതിൻ്റെ മുമ്പേ മോഡി വളരെ നിശബ്ദമായിട്ട് അഡ്വാനിയുടെ രഥയാത്ര പോകുന്ന സമയത്ത് രഥത്തിൻ്റെ ജാഥയായിരുന്നു അഹമ്മദാബാദിൽ. ആ സമയത്ത് അതിൻ്റെ ടയറിന് കാറ്റടിക്കുക, പെട്രോൾ ഉണ്ടോ നോക്കുക, ഇതൊക്കെ അങ്ങനെയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുത്ത് വന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അന്ന് വലിയ RSSൻ്റെ പ്രചാരമായിരിക്കുമ്പോഴാണ് ഈ പണി ചെയ്യുന്നത്. അന്ന് അതിൻ്റെ കൂടെ വേറൊരു പണിയും കൂടി ചെയ്തിരുന്നു മോഡി. അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ മത്സരിച്ച് രണ്ടാമതെത്തുന്ന, കോൺഗ്രസിനോട് മത്സരിച്ച് രണ്ടാമതെത്തുന്ന ആളുകളെ പോയി കണ്ട് അവരോട് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു. അവരടുത്ത ഇലക്ഷനെ നിർത്തി ലോക്കൽ ബോഡികളും ബി.ജെ.പിക്ക് അനുകൂലമാക്കി മാറ്റി. ഇങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടന ഉണ്ടായിക്കൊണ്ടാണ് മോഡി ഗുജറാത്ത് ശക്തി വഹിക്കുന്നത്. പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗ്രൂപ്പുകൾക്കും, കേശുഭായ് പട്ടേലിനാണെങ്കിലും വഘേലയ്ക്കാണെങ്കിലും പാർട്ടി അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും മോഡിക്ക് ഈ അണികളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ അണികളുമായിട്ട് ബന്ധം വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ടാണ് മോഡിനെ സ്വാഭാവികമാണ്. ഓർഗനൈസിംഗ് സെക്രട്ടറി ആളിന് അദ്ദേഹത്തിന് 3 സ്റ്റേറ്റുകളുടെ അല്ല, ഇപ്പൊ അങ്ങനെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആണെങ്കിലും ഈ താഴെത്തട്ടിൽ പോയിട്ട് ഈ സ്ഥാനാർത്ഥികളെ കാണാൻ ആവശ്യമൊന്നുമില്ല. ജില്ലാ കാര്യകർത്താക്കളെയോ ബി.ജെ.പിന് അതിൻ്റെ താഴെയുള്ള ഏതെങ്കിലും കാര്യകർത്താക്കളെ കണ്ടാൽ മതി. പക്ഷെ മോഡി അതല്ല ചെയ്തത്. മോഡി ഇത് ഉത്തരാഖണ്ഡിൽ ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. താഴെ തട്ടിൽ പോയി പ്രവർത്തിച്ചു. അങ്ങനെയാണ് ആ പ്രളയത്തിൽപ്പെട്ട ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നില്ല മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. കാരണം അവിടുത്തെ നാട്ടുകാരെക്കാട്ടും മോഡിക്ക് അന്നേരം ഉത്തരാഖണ്ഡിലെ വഴികൾ അറിയാം. അപ്പോൾ ഇതൊരു നല്ല ഓപ്പറേഷനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൽ ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അതാണ്. അപ്പോൾ രമേശ് പോയി കണ്ടത് രാജീവിനെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതൊരു നല്ല നീക്കമാണ്. അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ ലേഡി പറഞ്ഞത് അവർക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ കൂടിയാലോചിച്ചില്ല എന്നുള്ള കംപ്ലൈൻ്റൊക്കെ അവർക്കുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ തുടങ്ങും, കോൺഗ്രസ് ഏരിയയിൽ ഇരിക്കുന്നുള്ള. പക്ഷേ ഇതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അവിടെ വഴി വെട്ടി തുറന്നിരിക്കുകയാണ്. 2 മെസ്സേജ് അവിടെ കൊടുക്കുന്നു. ഒന്ന്, ഈ ലേഡിക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വന്നാൽ ബി.ജെ.പിയിലേക്ക് വരാം, ഒരു കോണ്ടാക്ട് ഉണ്ടായി. രണ്ടാമത്തെ, ഇങ്ങനെ ഡിസിഡൻ്റ് അയക്കുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്കാർ നാളെ വരും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പിന്നെ ഇത് ന്യൂസ് ചെയ്തോ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നൊരു മെസ്സേജും കൊടുക്കാൻ പറ്റി. മൂന്നാമത്, ഇവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ടതാണ്. സ്വാഭാവികമായിട്ട് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ബി.ജെ.പിക്ക് പോസിബിളാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള നേതാക്കന്മാർ ബി.ജെ.പി കാണാൻ തയ്യാറാണ് എന്നൊക്കെ അങ്ങനെ ഒരുപാട് മെസ്സേജ് കൊടുക്കാൻ പറ്റി. ഇതിനായി ഉദ്ദേശിച്ചത് രമേശും ഈ പറഞ്ഞതുപോലെ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത്ര കേരളത്തിൽ അങ്ങനത്തെ എളുപ്പമല്ല ഒരാൾ അടർത്തി മാറ്റാൻ. എസ്പെഷ്യലി അധികാര സ്ഥാനത്തൊന്നും ഇരിക്കാത്ത ആളുകളാണ്. അവർക്കാണ് അധികാര സ്ഥാനത്ത് ഇരുന്നാലാണ് പിന്നെയും ഇത് വേണം തോന്നുമ്പോൾ ചാടി കളിക്കുക. കേരളത്തിൽ ചില ആളുകൾ അബ്ദുള്ളക്കുട്ടിനെ നിങ്ങൾക്ക് അറിയാലോ. അതല്ലാതെ ഇതുമല്ലാത്ത അധികാരത്തിൽ എവിടെ എത്താത്ത ഈ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളുണ്ട്. അവരടർത്തി വരാൻ കുറച്ച് പാടാണ്. അവർ അധികാരം രുചിച്ചിട്ടില്ല. ഇനി അധികാരം രുചിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ദീർഘകാലം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടാണ് രുചിച്ചത്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ പാർട്ടിയോടായി. അങ്ങനെയുള്ള ആളുകൾ അടർത്തി മാറ്റാൻ വലിയ പാടാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ബി.ജെ.പി നടത്തുന്നത്. ബി.ജെ.പി മുമ്പ് ഇങ്ങനെ ബി.ജെ.പി കൃത്യമായിട്ട് വല വിരിച്ചിരിക്കുക. വല വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വല വിരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പെന്ന് എനിക്ക് തോന്നുന്നു ഇത്. കാരണം ഇത് സക്സസ്ഫുൾ അല്ല, പക്ഷെ ഇത് ഒരുപാട് മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ല, ഈ ഒരു അറ്റംപ്റ്റ് സക്സസ് അല്ല, പക്ഷെ ഒരു മെസ്സേജ് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചർച്ച നടത്തുന്നത് കുഴപ്പമൊന്നുമില്ല. അവരൊന്ന് സൗഹൃദ സന്ദർശനമായിരുന്നു. എന്നാൽ അവരെയും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ബി.ജെ.പിന്റെ കൂടെ പോയിട്ടില്ല. അവർ പാർട്ടിനെ കൂടിയാലോചന നടത്തിയില്ല. അതൊക്കെ കോൺഗ്രസ് സാധാരണ. നിലമ്പൂരിൽ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ, ലോക്സഭയിലേക്ക് വയനാടെന്ന് മത്സരിച്ചപ്പോൾ നിലമ്പൂരിൽ നിന്ന് അദ്ദേഹത്തിന് 17,000 വോട്ട് കിട്ടി. ഒരു ബി.ജെ.പിക്ക് അവിടെ ശക്തി ഉണ്ട്. അല്ല, എന്നോട് ഞാൻ ഇന്നലെ നമ്മുടെ സന്ദീപ് വാര്യരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ സന്ദീപ് പറഞ്ഞൊരു കാര്യമുണ്ട്. RSS ചരിത്രപരമായി നല്ല വേരുകളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ. അതായത് ഒന്ന്, 1921 കലാപത്തിൻ്റെ റിപ്പോർട്ട് ആനി ബസന്റ് കൊടുത്തിരുന്നു. സത്യത്തിൽ RSSന്റെ രൂപീകരണത്തിന് വരെ കാരണമായത് 25 ആ റിപ്പോർട്ടും ആനി ബസന്റിൻ്റെ ഇടപെടലുമാണ്. ഈ കലാപം ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഒരു സ്ഥലം കൂടിയാണ് ആ പ്രദേശം. ആ കോവിലകത്താണ് സത്യത്തിൽ തുടങ്ങുന്നത്. അത് തോക്ക് മോഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ രണ്ടാം കോവിലകത്തുണ്ടായിരുന്ന ഒരു തമ്പുരാന്റെ മകൻ ദുർഗാദാസ്, അത് നിലമേൽ കോളേജിൽ വെച്ച് ബലിദാനിയായി. അപ്പൊ അങ്ങനെയൊക്കെ അവർക്ക് പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. മാടമ്പി നായന്മാരും ഒരു കാലത്ത് വളരെ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്.
ഇപ്പോൾ അവർക്ക് അവിടെ വോട്ട് ഷെയർ താരതമ്യേന കുറവാണ്, അത്രയേ ഉള്ളൂ. മത്സരിച്ചാൽ ജയിക്കണമെന്നില്ല. അതുകൊണ്ട് ഇപ്പം രാജീവ് പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ വേണമെങ്കിൽ വിട്ട് കളഞ്ഞാൽ നഷ്ടമൊന്നുമല്ല. കാരണം വരാൻ ഇലക്ഷൻസിന്റെ പരമ്പരകൾ കേരളത്തിലെ മുഴുവൻ BJP-ക്കാർക്ക് നൽകുന്ന മെസ്സേജ് അല്ല, അതെനിക്ക് തോന്നുന്നു. രാജീവിൻ്റെ ആളുകൾ വ്യത്യസ്തമായ മെസ്സേജാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെ പോലെ അല്ല, എല്ലായിടത്തും മത്സരിക്കേണ്ട ആവശ്യമില്ല. മോഡി ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് കോനൊക്കെ മാറ്റി മറിച്ചാണല്ലേ. മോഡി ഇപ്പോൾ നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ മോഡൽ മോഡിയും അമിത്ഷയൊക്കെയാണ്. അവർ തന്നെ സ്റ്റാറ്റസ് കോ നോക്കിയ ആളുകളെ. പക്ഷെ കേരളം പോലെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സ്ഥലത്ത് ആ സ്ട്രാറ്റജി ശരിയാണ്. കേരളത്തിൽ ഇപ്പം വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നുമില്ല. ഇപ്പം വിജയം മാത്രമാണ് കേരളത്തിന്റെ മാനദണ്ഡം. അതൊക്കെ നിങ്ങൾ മുമ്പ് വിചാരിച്ചാണ്. മുമ്പ് വിചാരിച്ചാൽ ഒരു 2010 വരെ 2011 വരെയൊക്കെ വേണമെങ്കിൽ ആ പ്രബുദ്ധത ഉണ്ടായിരുന്നു എന്ന് പറയാം. അതിനുശേഷം ഇപ്പം നമ്മുടെ ജനറേഷനാണ് സീനിയർ എന്ന് പറയാവുന്നത്. അതിനുശേഷം വന്ന പുതിയ കുട്ടികൾ. നമ്മളെന്ന് വെച്ചാൽ ആ പണ്ടത്തെ പ്രബുദ്ധത മാത്രം നോക്കിയാക്കുന്ന ആളുകളൊന്നുമല്ല. ഈ പ്രബുദ്ധതയുടെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് തൊഴിലില്ലായ്മ, ഇവിടെ ഉണ്ടായിരുന്ന നന്ദികേട്. ശ്രീനിവാസൻ പറഞ്ഞ പോലെ തമിഴന് ഒരു തൈര് സാധനം മേടിച്ചു കൊടുത്താൽ ആയുഷ്കാലം അതിൻ്റെ നന്ദി ഉണ്ടാവും. മലയാളിക്ക് നമ്മൾ പൈസ കൊടുത്താൽ എതിരാളിക്ക് വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല നമ്മൾ തെറിയും പറയും. അതാണ് മലയാളി. ആ മലയാളി ഇപ്പോൾ കിറ്റ് കണ്ട വോട്ട് ചെയ്യുന്ന മലയാളിയായി, അതൊക്കെ ആഗ്രഹിക്കുന്ന മലയാളിയായി. ഈ പ്രബുദ്ധത മലയാളിക്കില്ലേ? പ്രബുദ്ധത മലയാളിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഓരോ വ്യക്തി ജീവിതം നോക്കുകയാണെങ്കിൽ ഇവിടെ സാമൂഹ്യമായിട്ടൊരു ഭദ്രത ഉണ്ടാക്കിയെന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അതൊക്കെ മാറി. അപ്പോൾ ആളുകളിപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ രാജീവിൻ്റെ ഇപ്പം മുമ്പാണെങ്കിൽ രാജീവിനെ പോലെ ഒരാളെ പിന്നെ BJP പ്രസിഡന്റെ കെട്ടി ഇറക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുകയായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പം ഇല്ലാത്തത്? ആളുകൾ അങ്ങനത്തെ ആളുകൾ ആഗ്രഹിക്കുന്നു. സന്തോഷ് ജോർജ് കുളങ്ങരനെ പോലെ, മറ്റേ മുതലാളിനെ നമ്മളെ കിറ്റക്സ് മുതലാളിനെ പോലെ, രാജീവിനെ പോലെ, സുരേഷ് ഗോപിയെ പോലെ, ഇന്നസെന്റിനെ പോലെ ഉള്ള ആളുകൾ ആഗ്രഹിക്കുന്നു. കാരണം സാധാരണ രാഷ്ട്രീയക്കാരന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശേഷിയാണ്, അവരുടെ പ്രതീക്ഷയാണത്. ഇന്നസെന്റിന് ആ പ്രതീക്ഷക്കൊത്ത് വരാൻ പറ്റിയിട്ടില്ല. മറ്റേ ഇയാൾ ചെയ്യുന്നുണ്ട്, സാബു ആ പ്രദേശത്ത് സാബു ചെയ്യുന്നുണ്ട്, സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ശക്തൻ പിന്നെ ബസ് സ്റ്റാൻഡ് നന്നാക്കുന്നു, ഇന്റർനാഷണൽ ലെവലിലേക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകളാണ് പറഞ്ഞതുപോലെ ആൾക്കാർ ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നു. കാരണം അവർക്ക് യാത്രാ സൗകര്യം വേണം. അതുപോലെ തന്നെ അഡ്രസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതെല്ലാം അഡ്രസ് ചെയ്യാൻ കഴിയുന്നവരെയാണ് ഇന്ന് അവര്. അതെ. സുരേഷ് ഗോപി ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്കമാലിയിലെ ആ ഒരു കുപ്പിക്കഴുത്താണ്. പിന്നെ അത് ആ പ്രശ്നം പരിഹരിക്കാൻ, പിന്നെ വേറൊന്ന് മെട്രോ തൃശ്ശൂരേക്ക് നീട്ടാൻ, ഇതൊക്കെ അങ്ങനെ പരിപാടി തുടങ്ങി വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം അങ്ങനെ ചെയ്തത് ഒരുപാട് വിദേശ രാജ്യത്ത് കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ മലയാളികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഞാൻ കണക്കുണ്ട്. ഞാൻ അന്ന് മൂപ്പരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ടായിരിക്കും മൂപ്പരെ ടീം അതിന്റെ കണക്ക് എനിക്ക് അയച്ചു തന്നു. സാറിന് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഔട്ട്റീച്ച്. ഇപ്പം നമ്മൾ പലരെ പറ്റി നല്ലത് പറയാറുണ്ട്. ഒരുത്തരും നമുക്ക് ഇതൊന്നും അയച്ചു തരാവില്ല. നമ്മളെന്നാരും വില വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിലക്കണമൊന്നുമില്ല. നമ്മൾ വാദികാരസ്ഥേമ ഫലേഷ് കഥാചന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ അർത്ഥം അറിയാലോ. നമ്മൾ കർമ്മം ചെയ്താൽ മതി, അതിൻ്റെ ഫലം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരതിന് എനിക്ക് അയച്ചു തന്നു, ഓരോ കൃത്യമായ ഡീറ്റെയിൽസ് അയച്ചു തന്നു. അപ്പോൾ സാറ് പറഞ്ഞു എന്തൊക്കെ ചെയ്തു, ഈ കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ സുരേഷ് ഗോപി അത് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രാജീവ് ആണെങ്കിൽ രാജീവിനായിട്ട് ഇങ്ങനെ പ്രതീക്ഷയുണ്ട്, പുതിയ രീതിയിലായിരിക്കും രാജീവ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ രാജീവ് ഈ ഇലക്ഷൻ, പിന്നെ എനിക്കൊരു BJP കാരണം രഹസ്യമായിട്ട് പലപ്പോഴും എൻ്റെ വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കണ്ട, ഇലക്ഷൻ തന്നെ പലർക്കും തോൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചാകരയാണ്, അങ്ങനെ ഉണ്ടാക്കണ്ട, ആ സമയത്ത് വലിയ കേരളം പിടിക്കാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് സ്വകാര്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജീവ് അത് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഇലക്ഷൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല BJP. അല്ലെങ്കിൽ നിയമമായിരിക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മണ്ഡലമായിരിക്കണം. അപ്പോൾ BJPക്ക് ഒരു 30,000-40,000 വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ രാജീവിന്റെ തന്ത്രപരമായ നീക്കമാണ്. വലിയ ലീഡേഴ്സ് എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കലും അവർ സ്റ്റാറ്റസ് കോ പിന്തുടരില്ല. അപ്പം പിണറായി വിജയൻ CPM എവിടെ പോയാൽ അരിവാൾ ചുറ്റിക സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ മലപ്പുറത്ത് എന്ത് ചെയ്തു? കോൺഗ്രസിന് ലീഗായിട്ട് ഓരോരുത്തർ കൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥി സക്സസ് ആയിരുന്നു. അത് UDF നല്ല പണി കൊടുത്ത സംഭവമാണത്. അല്ലാതെ 2006 KT ജലീലിനെ കൊണ്ടുവന്ന് നടത്തിയ പരീക്ഷണം. അതെ. അപ്പോൾ ആ രീതിയിൽ പിണറായി വിജയൻ ഈ പറഞ്ഞതിന്റെ സ്റ്റാറ്റസ് കോ നോക്കാത്ത നേതാവാണ്. അതുപോലെ ഒരാളാണ് രാജീവ്. രണ്ട് സാഹചര്യത്തിലാണ്. ഒരാൾ വെള്ളിക്കരണ്ടി ആയിട്ട്, ഒരാൾ പ്ലാവിലയിൽ കഞ്ഞി കുടിക്കാണ്ടായിരുന്നോന്ന് അറിയില്ല പിണറായിന്റെ സാഹചര്യത്തിൽ. അങ്ങനെ വളർന്നു വന്ന ആളാണ്. പക്ഷെ അവരുടെ സ്ട്രാറ്റജി സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് BJP ഈ നടത്തുന്നത് എനിക്കൊന്നൊരു അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. നിങ്ങളെ സംബന്ധിച്ച് പ്രബുദ്ധ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം നീക്കമായിരിക്കും. BJP വളരുന്ന പ്രബുദ്ധ കേരളത്തിന് ചിലപ്പം നാണക്കേടായിരിക്കും. അതൊക്കെ ആയിരിക്കും. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നീക്കമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.